ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് വാദം തുടരും. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് വാദം തുടരും. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള സ്റ്റേ ജസ്റ്റിസ് വി ജി അരുൺ ഇന്നുവരെയാണ് നീട്ടിയത്. ഇതിനിടെ ഹർജിയിൽ കക്ഷി ചേരാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ അപേക്ഷ നൽകി. ചില വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഹർജി നൽകിയ നിർമ്മാതാവ് സജിമോൻ പാറയലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. കമ്മീഷന്റെ റിപ്പോർട്ട് ആരെയൊക്കെ ബോധിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന വ്യവസ്ഥ വിവരാവകാശ നിയമത്തിൽ തന്നെയുണ്ട്. ഭാര്യാമാതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു, മരുമകൻ പിടിയിൽ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭാര്യാമാതാവിനെ യുവാവ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. ആറ്റിങ്ങൽ കരിച്ചിയിൽ രേണുക അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പ്രീതിയെയാണ് മരുമകൻ കൊലപ്പെടുത്തിയത്. 50 വയസ്സായിരുന്നു. പ്രീതിയുടെ ഭർത്താവും KSRTC ഉദ്യോഗസ്ഥരുമായിരുന്ന ബാബു പരിക്കുകളോടെ ആശുപത്രിയിലാണ്. സംഭവത്തിൽ മരുമകൻ വർക്കല മംഗലത്ത് വീട്ടിൽ അനിൽകുമാറിനെ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇന്നലെ രാത്രിയോടെ ഭാര്യയുടെ വീട്ടിലെത്തിയ അനിൽകുമാർ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക ഉപയോഗിച്ച് മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് കൊലപാതകത്തിനും വധശ്രമത്തിനും കേസെടുത്തു. മന്ത്രിസഭായോഗം ഇന്ന്. മുണ്ടക്കൈ ദുരന്ത പുനരധിവാസം പ്രധാന അജണ്ട. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് രാവിലെ 9:30 ഓൺലൈനായി ചേരും. വയനാട്ടിൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവരെ ആദ്യം വാടക വീടുകളിലേക്ക് മാറ്റാനാണ് നിലവിലെ തീരുമാനം. ദുരന്തത്തിന് ഇരയായവർക്കുള്ള സ്ഥിരമായ പുനരധിവാസ പദ്ധതി പരിഗണനയിലാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ബൃഹത്തായ പുനരധിവാസ പദ്ധതിയാണ് ആലോചനയിലുള്ളതെന്നാണ് വിവരം. ടൌൺഷിപ്പ് തന്നെ നിർമ്മിച്ച് ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. എല്ലാവരും കൈവിട്ടു, ഷെയ്ഖ് ഹസീനെ കൈവിടാതെ ഇന്ത്യ, അഭയം നൽകും. കലാപത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് തൽക്കാലം ഇന്ത്യ അഭയം നൽകിയേക്കും. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ചർച്ച വിജയിക്കാത്ത സാഹചര്യത്തിലാണിത്. ഇതോടെ ഷെയ്ഖ് ഹസീനെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനി സുപ്രീം കോടതിയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ജാമ്യം തേടി സുപ്രീം കോടതിയിൽ. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പൾസർ സുനി ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി സുനിയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നടൻ ദിലീപ് പ്രതിയായ കേസിലെ 2-ാം പ്രതി മാർട്ടിൻ ആന്റണിക്ക് സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണയുടെ അന്തിമഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് സുനിയുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയത്.